ചിലർ ഒന്നും കൊടുക്കാൻ പറ്റാത്തവരാവും, ചിലർ സ്വീകരിക്കാനും. ചിലർക്ക് സ്നേഹിക്കാൻ അറിയില്ല, ചിലർക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ചിലർ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും, ചിലർക്ക് വഴക്ക് കൂടാൻ പോലും അറിയില്ല. ചിലർ ഒരിക്കലും കീഴടങ്ങില്ല, ചിലർ പേടിക്കും. ചിലർക്ക് അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ, മറ്റൊരാളെ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ചിലർക്ക് അവരെന്നും ശരിയായിരിക്കും. ചിലർക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല, ചിലർക്ക് മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലർ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും, ചിലർക്ക് അക്സെപ്റ്റൻസ് എന്താണെന്ന് അറിയില്ല. ചിലർക്ക് കാര്യമായ മുറിവേൽക്കും, ചിലർ അതിൽ തളരും, ചിലരെന്നും വേദനിക്കും. ആ ചിലർ നിങ്ങളാവാം, ഞാനും ആവാം. എല്ലാരും ശ്രദ്ധിച്ചേ, അതെ എല്ലാരും പെട്ടെന്ന് നോയട്ടിലേ വന്നേ. അവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. സംഗീതം ശ്രുതിയിൽ നിൻവരികളുമിൻ വരിയിൽ നിൻമൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹസല്ലാപം. ഗായത്രി, അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ല, ഹോസ്റ്റലിലും ഇല്ല. നീ വിളിച്ചാൽ ഫോൺ എടുക്കും. ലാസ്റ്റ് ഡേ ആയിട്ട് എന്തിനീ വഴക്ക്? എനിക്കാണോ അടക്കം? എന്തെങ്കിലും ആവട്ടെ, നീ വിളിക്കേ. അത് വേണോ? സമയം കളയല്ലേ, നീ വിളിച്ചേ. ശ്രുതിയിൽ നിൻവരികളുമിൻ വരിയിൽ നിൻമൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹസല്ലാപം.
ഹലോ. ഹലോ. ഇവിടെ എല്ലാവരും ക്ലാസ് ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ എവിടെയാ? ഞാൻ വരുന്നില്ല. ഞാൻ കാരണമാണോ വരാത്തെ? അല്ല, ഞാൻ അവിടെ ഒരു മിസ്ഫിറ്റാ. നിങ്ങളൊക്കെ മെമ്മറിയിൽ ഇങ്ങനൊരു ക്ലാസ്മേറ്റ് വേണ്ട. ഹലോ. സംഗീതം എൻ ശ്രുതിയിൽ നിൻ വരികളുമെൻ വരിയിൽ നിൻ മൊഴികളുമെൻ മൊഴിയിൽ നിൻ സ്നേഹ വെയിൽ നീ മാത്രം പകൽ നീ മാത്രം പ്രഭാതമായി പ്രകാശമായി സ്വരം നീ മാത്രം നിഴൽ നീ മാത്രം പ്രതീകമായി പ്രതീക്ഷയായി വിഷാദം നീ വിചാരം നീ വിഷാദം നീ വിചാരം നീ സ്വകാര്യം നീ പ്രയാണം നീ വികാരം നീ വിദൂരം നീ അനേകം നീ പ്രദോഷം കനവിൽ നിൻമിഴികളുമെൻ മിഴിയിൽ നിന്നിലവുകളിൽ നിഴലിൽ നിൻ മൃദുല സംഗീതം എൻ ശ്രുതിയിൽ നിൻ വരികളുമെൻ വരിയിൽ നിൻ മൊഴികളുമെൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം എന്താ? വാ പോവാം. വന്നേ. കനവിൽ നിൻമിഴികളുമെൻ മിഴിയിൽ നിന്നിലവുകളിൽ നിഴലിൽ നിൻ മൃദുല സംഗീതം എൻ ശ്രുതിയിൽ നിൻ വരികളുമെൻ വരിയിൽ നിൻ മൊഴികളുമെൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം എല്ലാം കഴിഞ്ഞപ്പോൾ എന്തോ പോലെ അല്ലേ? ശരിക്കും ഞാൻ ബാംഗ്ലൂർ തന്നെ പഠിച്ചാൽ നശിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ കൊണ്ടുവന്നാക്കി. യുവർ ഡാഡ് ഈസ് സ്മാർട്ട്. സി, എവിടെ എൻ്റെ ഒരു നിരീക്ഷണത്തിലെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയല്ലോ. പോടി. അതല്ല, തുടക്കത്തിൽ ഐ ഹേറ്റഡ് ദിസ് പ്ലേസ്. നൗ ദാറ്റ് ഐ തിങ്ക് ഓഫ് ഇറ്റ്, ദീസ് ആർ ദ ബെസ്റ്റ് 4 years ഓഫ് മൈ ലൈഫ്. നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ ഇറങ്ങാല്ലേ നാളെ? ഓട്ടോ വിളിച്ചാൽ പോരെ? നമ്മൾ രണ്ടുപേരല്ലോ. നിനക്കൊരു ബാഗേ ഉള്ളൂ അല്ലേ? എൻ്റെ സാധനങ്ങളൊക്കെ കുറേ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. ലാസ്റ്റ് ഇയർ സ്പോർട്സ് ഡേക്ക് അനൗൺസ്മെന്റ് ബോക്സ് ഇവിടെ ആയിരുന്നില്ലേ? ആയിരുന്നോ? അതിന് ഞാനുണ്ടായിരുന്നു അന്ന്. ഉണ്ടായിരുന്നില്ല. നീയല്ല എല്ലാ പരിപാടിക്കും ചാടി കയറി പോവാ. നോട്ട് മീ. ഞങ്ങൾ ഇറങ്ങട്ടോ. ഞാൻ പോയച്ച വരാം. എന്ത് പരിപാടി കളിയാ നീ കാണിച്ചേ? ഇനി ഇങ്ങനെ ഒരു ദിവസമില്ല. മിസ് ചെയ്തില്ലേ? നീ ഇത് എവിടെയായിരുന്നു? ഞാൻ വായനശാലയിലായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്.
ഒരു വായനശാല. 31 സപ്ലി. അത് ഈ കോളേജിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അതിന്റെ ചമ്മലോണ്ട് വല്ലവരിക്കും അവൻ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വരാണ്ടിരുന്നത്. അല്ലാണ്ട് നീ കാരണമുള്ള ബ്രേക്കപ്പ് കാരണമൊന്നുമില്ല. എനിക്കെന്ത് ലാസ്റ്റ് ആടാ? അത് നിങ്ങൾക്കൊക്കെ അല്ലേ ജോലി കിട്ടിയും ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തു വന്ന് ഞാനിവിടെ സപ്ലൈ ഹൗസിൽ. ലാസ്റ്റ് ഡേ ആയിട്ട് ഇനി വെറുതെ സെൻറ്റി അടിക്കണ്ട. ഫ്രണ്ട്സ് പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലടാ, എനിക്കത് ശീലമാണ്. ഞങ്ങളെ നാട്ടിൽ ചെറുപ്പത്തിൽ കൂടെ കളിച്ച് ചേർന്നവരൊക്കെ കുറച്ച് വലുതാകുമ്പോൾ മിണ്ടാണ്ടാവും. ഇന്ന് മാറിയുന്നുണ്ട് അവളൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു. ഓ, അത് ഞാൻ പറഞ്ഞോട്ടാ നിന്നെ വിളിച്ചത്. ഈ 4 കൊല്ലം അവൻ്റെ റെക്കോർഡ് മുഴുവൻ എഴുതി കൊടുത്തത് ഞാനാ. നീ നോക്കിക്കോ, അവൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. എന്തേലൊക്കെ കാണിക്കട്ടെ, നിനക്കെന്താ? അവൾ എക്സാമിന് തന്നെ പുലർച്ചെ വരെ ഫോണിലെടുത്ത് പഠിപ്പിക്കുമായിരുന്നു. അതും അവൾക്ക് എക്സാം ഉള്ളപ്പോൾ. ഇമ്പ്രൂവ്മെൻറ്റിന് എൻ്റെ കൂടെ അവൾ എക്സാം എഴുതാൻ കയറിയിട്ട് അവളുടെ ആൻസർ പേപ്പറിൽ എൻ്റെ റോൾ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇയർ ബാക്ക് ആവായിരിക്കും, വേറെ ആരെയും ചെയ്യോട്ടെ ഇങ്ങനെ. നാളെ തൊട്ട് ഇതിനൊക്കെ ആര് വെള്ളം ഒഴിക്കും? ഇതിനങ്ങനെ അധികം വെള്ളമൊന്നും വേണ്ട, വളർന്നോളും. ഇനി എപ്പോഴെങ്കിലും കോളേജിൽ വരുമ്പോൾ നോക്കാലോ. ചുമ്മാ ലാസ്റ്റ് ഡേ ടോക്സ്. നമ്മളൊക്കെ ഇനി എന്ന് വരാനാ? എടി, ദിസ് ഈസ് ദ പ്ലേസ് വെർ വി ഫർഗെറ്റ് ourselves. കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ തപ്പി വന്നോളൂ. പണ്ട് ലൈനടിച്ച പെൺകുട്ടികളെ ശാപമായിരിക്കും. അവരോടൊക്കെ ഓരോന്ന് പറഞ്ഞാൽ ഊരിപ്പോന്ന്. അവസാനം എനിക്ക് പണി കിട്ടി. +2 പഠിക്കുമ്പോൾ പൂജ പറഞ്ഞിട്ട് പോയതാ കറക്റ്റ്. ട്രൂ ലവ് ഈസ് ഓൾവേസ് എ പെയിൻ. അതിനേക്കാളും വലിയൊരു പെയിനുണ്ട്, സപ്ലൈ പെയിൻ. ആ പെയിനെ കുറിച്ച് മോൻ ഇടയ്ക്കെങ്കിലും കുറച്ച് ആലോചിക്കണം കേട്ടോ. ഇവിടെ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിക്കാനൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ നൈറ്റ് നമ്മൾ പൊളിക്കും. ആ തിയഡോർ ഇത് കൂടെ മണം പിടിച്ച് കിടക്കുന്നുണ്ട്. അതെന്തായാലും നിന്റെ പാട്ടിന്ന് വേണം. ഓക്കെ? അതെ, മസാല ദോശ പ്ലസ് ഐസ്ക്രീം അടിക്കാൻ പോയാലോ? ഞാനില്ല. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടീ, ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഇപ്പൊ നടക്കും. അല്ലാണ്ട് ഇപ്പൊ പാരീസിൽ പോകണമെന്ന് പറഞ്ഞപ്പോ പറ്റും. എനിക്ക് വിഷമില്ല. നീ നിന്റെ ഈ സ്വപ്നലോകം അതേപോലെ തന്നെ നടന്നോ? ഞാൻ നിറമിഴികൾ മായാതെന്നിൽ നീറുമ്പോഴും തണലുകളാൽ തീരത്തെത്തും തൂവൽ മേഘം ഇതുവരെ കാണാപ്പൂക്കൾ പൂക്കും പോലെ ഉയരുകളാൽ ഒന്നാകുന്നു വീണ്ടും വീണ്ടും എന്നിൽ ശ്വാസം ചൂടേറുമ്പോൾ നെഞ്ചിൻ നാദം വേഗം വേഗം കണ്ണിൻ താളം നീയാകുമ്പോൾ ചുണ്ടോട് ചുംബിക്കാമോ ഉള്ളാകെ നിൻ ഗന്ധം ഈയാളും നിൻ ബിംബം ഉള്ളാകെ നിൻ ഗന്ധം ഈയാളും ഉള്ളാകെ നിൻ ഗന്ധം തീയാളും നിൻ ബിംബം ഉള്ളാകെ നിൻ ഗന്ധം തീയാളും നിറമിഴികൾ മായാതെന്നിൽ നീറുമ്പോഴും തണലുകളാൽ തീരത്തെത്തും തൂവൽ മേഘം ഇതുവരെ കാണാപ്പൂക്കൾ പൂക്കും പോലെ ഉയരുകൾ
തീയാളും നിൻബിംബം ഉള്ളാകെ നിൻഗന്ധം തീയാളും എൻ ചിരിയുമായി പോകയോ കാലം ഇരുകുതിരയായി പായുമോ എൻ സിരകളിൽ പടരുമീ പരാഗണം പോൽ നീ മാറുമോ നാം ഇരുവരും കിളികളായി പറന്നിതാ പോകും വഴികളിൽ അങ്ങകലയായിതാ മൺചിതയിലെങ്കിലും ചേർന്നിടാ നിറമിഴികൾ മായാതെന്നിൽ നീറുമ്പോഴും തണലുകളാൽ തീരത്തെത്തും തൂവൽ മേഘം ഇതുവരെ കാണാപ്പൂക്കൾ പൂക്കും പോലെ ഉയരുകളാൽ ഒന്നാകുന്നു വീണ്ടും വീണ്ടും എന്നിൽ ശ്വാസം ചൂടേറുമ്പോൾ നെഞ്ചിൻ നാദം വേഗം വേഗം കണ്ണിൻ താളം നീയാകുമ്പോൾ ചുണ്ടോട് ചുംബിക്കാമോ ഉള്ളാകെ നിൻഗന്ധം തീയാളും നിൻബിംബം ഉള്ളാകെ നിൻഗന്ധം തീയാളും ഹലോ ഹലോ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എപ്പോഴാണ് പോകുന്നത്? രാവിലെ. ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പോഴോ? ഞാനിപ്പോൾ OITയുടെ അവിടെ വരാം. അവിടെ വന്നാൽ മതി. ഇവിടെ ഗേറ്റൊക്കെ പൂട്ടി. എനിക്ക് കാണണം. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. നടക്കില്ല വിശാൽ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഐ അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടല്ലേ ഇത്ര നാളെ ഞാൻ വിളിക്കാണ്ടിരുന്നത്. ഇന്നും നീയല്ലേ എന്നെ ആദ്യം വിളിച്ചേ. നീ വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഈ രാത്രി മുഴുവനും. നീ വിചാരിച്ചാൽ നിനക്ക് വരാൻ പറ്റും. ലാസ്റ്റ് ഡേ അല്ലേ, എങ്ങനെങ്കിലും ഒന്ന് വാ.
എന്ത് പറഞ്ഞിറങ്ങി? 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചെത്താന്ന് പറഞ്ഞപ്പോൾ മാഡം സമ്മതിച്ചു. എനിക്ക് ഉടനെ പോകണം. അത് കുഴപ്പമില്ല, നീ പോയിക്കോ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയോ? ഞാൻ തന്നെ ഇവിടുന്നാ പ്രപ്പോസ് ചെയ്ത്. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? വെറുതെ. എനിക്ക് കണ്ടിട്ടില്ലെങ്കിലോ? ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? സ്വിഗ്ഗി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യണം. അതിന് ബൈക്ക് മതി, അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. അപ്പോൾ ബാക്ക് പേപ്പേഴ്സ് അതെഴുതണം. സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പണിയോ? പോണമെന്ന് തീരുമാനിച്ചിട്ടില്ല. വൈ? പണ്ടൊക്കെ നീ രാവിലെ മുതൽ ഉറങ്ങുന്നവരെയുള്ള ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വള്ളിയും പുള്ളിയും തെറ്റാതെ എല്ലാം ചോദിച്ചറിയാം. ഇപ്പം ഇതുപോലും അറിയില്ല. വേറൊന്നല്ല, ഇപ്രാവശ്യത്തെ IFK പോയപ്പോൾ കുറേ ഗ്രേറ്റ് ഫിലിംസ് കണ്ടു. അതോടെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസും പോയി. കരക്പൂർ എന്നാ വന്ന്? മന്ത് എൻഡ്. നല്ല സ്ഥലമാണ്. പോയിട്ടുണ്ടോ? ഞാൻ പോട്ടെ, ടൈമായി. പോവല്ലേ? എനിക്കൊരു കിസ് തരുമോ? വിശാൽ വിട്. ഒരു ഹഗ്ഗെങ്കിലും. ഓക്കെ, ബട്ട് ജസ്റ്റ് എ ഫ്രണ്ട്ലി ഹഗ്. നീ എന്തെങ്കിലും എന്താ? ഒരു കാര്യം, ഫ്രണ്ട്ലി ആകാനും കണ്ടീഷൻസ് ഉണ്ടോ? നിന്റെ ഫോണിലുള്ള നമ്മുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം. നിനക്ക് യാതൊരു മെസ്സേജും തോന്നുന്നുണ്ടോ? പറയാൻ പറ്റില്ല. അടിപൊളി. ദാ പരാക്രമം കണ്ടായാൽ നിന്റെ ന്യൂഡുള്ള പോലെ ആകെ കിട്ടിയ 2-3 കിസ്സാണ്. നോ വിശാൽ, അവസാന ദിവസം കൊണ്ട് കോളാക്കല്ലേ. ഇല്ല, പൊയ്ക്കോ പൊയ്ക്കോ.
ഇതിപ്പോൾ ഒരുവിധം ഭംഗിയായിട്ട് തീർന്നിട്ടുണ്ട്. ഇനി വല്ലാതെ ആലോചിച്ച് കൂട്ടണ്ട. He was good and it's over now. Okay? Okay. അമ്മോ, നീ എപ്പോഴാ വരിക? കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. എന്തേ? വൈകുന്നേരം ഹുസൈൻ സാറിന്റെ മോന്റെ എൻഗേജ്മെന്റ് ഉണ്ട്. നേരത്തെ വരണം കേട്ടോ. ഹുസൈൻ സാറോ? അതാരാണ്? ഞാനൊന്നും ഇല്ല അമ്മ. എനിക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് ഉറങ്ങണം. My dream always gave me my perfect click. അളിയ യൂട്യൂബ് വ്യൂസ് കൂടുന്നുണ്ടോ? എവിടുന്ന്? ഇതൊന്നും ഇപ്പം ആർക്കും വേണ്ട. ഓഹ്, അവസാനമായിട്ട് ഇവിടുത്തെ കക്കൂസിലൊന്ന് പോയി തൂറി. എന്തൊരു സുഖം. അമ്മാരൊക്കെ പോയോ? പോയിക്കൊണ്ടിരിക്കണു. എന്നാലും ഇന്നലെ രാത്രി അവള് നിന്നെ കാണാൻ പോയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല. അവൾ നല്ല ആടാ. ഞാനല്ല കൊണ്ട് നശിപ്പിച്ചു. ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാനൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ തിരിച്ചു വന്നേനെ. എന്നാ നീ ഇപ്പോൾ പോയൊരു സോറി പറ. അവളിപ്പോൾ പോയിട്ടുണ്ടാവും. നീ അതൊക്കെ ഒന്ന് വിടാമോ? എനിക്കാണ് ഈ ഓഫീസിലൊക്കെ പോയി ഒരു യന്ത്രമനുഷ്യനായിട്ട് ജോലി ചെയ്യണ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ശമ്പളം കിട്ടൂലേ? അത് മതി. ഉവ്വ. അച്ഛൻ അടുത്ത വർഷം റിട്ടയർ ചെയ്യും. ഏട്ടനാണ് ഇങ്ങനെ. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. റിട്ടയർ ചെയ്താൽ അങ്ങേക്ക് പെൻഷൻ കിട്ടും. നീയേ നിന്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്ക്. ചോദിക്കാണ്ട് എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല, നന്നായില്ല. നീ വെറുതെ ഡാർക്ക് അടിക്കണ്ട. ഞാൻ ആദ്യം ഒന്ന് ബാംഗ്ലൂരിൽ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോരെ. അളിയ, നിനക്ക് ഇനി ഒന്നും ഷിഫ്റ്റ് ചെയ്യാനില്ലല്ലോ? കുറച്ചുകൂടെ സാധനമുണ്ട്. അതിപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യണം. 10 മണി ഞാൻ അവർക്ക് ട്യൂഷന് പോകും. ഉണ്ണിയേട്ടൻ അവിടെ ഇടയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ പറയാറുണ്ടായി, നീ സപ്ലൈ ഹൗസിലേക്കുള്ളൊരു വാഗ്ദാനമാണ്.
അളിയാ ഉം. ഒരുപാട് രാത്രി ഉറക്കളച്ചെഴുതിയതുണ്ട. ഓ സെപ്റ്റംബറിൽ ഇൻവിജിലേഷനൊക്കെ കണക്കായിരിക്കും. ധൈര്യമായിട്ട് പൂച്ചിക്കോ. ഒരു സാധനം കൂടെ ഉണ്ട്. ദേ ഇത് എൻ്റെ മാത്രം എക്സാം ഷർട്ടാണ്. തുണ്ട് വെച്ച് അടിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ തയ്യാറാക്കിയ പോക്കറ്റുകൾ. ഇത് യൂസ് ചെയ്താലേ ഇതിൻ്റെ ബെനിഫിറ്റ് നിനക്ക് മനസ്സിലാവും. ഇത് നാട്ടോടാ ഇത്. നാറ്റം നല്ലാടാ. നാറ്റമാണെങ്കിൽ ടീച്ചർമാരും അടുത്ത് വരില്ല. ഗായത്രി, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഒന്ന് ഫിറ്റ് ആയെന്ന് വിചാരിച്ച് നീ കൈ വിട്ടുപോയോ? ഒന്നുമില്ല, ചുമ്മാ ബൈക്കിലൊന്ന് കറങ്ങി, അത്രേ ഉള്ളൂ. ബൈക്കിലാ? എങ്ങോട്ട്? എൻ്റെ മോളൊരു ആഗ്രഹം പറഞ്ഞാണ്. ആ, കണ്ടു, ഗുഡ് ബൈ പറഞ്ഞു, ആശ്വാസമായി. വെരി ഗുഡ്. അതാ നല്ലത്. കറക്റ്റ് 11:11 വിളിച്ചത്. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ദ യൂണിവേഴ്സ് വാസ് കൺസ്പയറിങ്. അടി, യൂണിവേഴ്സിന് അതാ പരിപാടി, കൺസ്പയറിങ്. എടി, എനിക്ക് അവനെ ഇപ്പോഴും ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, ലാസ്റ്റ് ഡേ നീ ഇനി വേല് ചാടുവോ? ഒന്നുമില്ല, സെറ്റാവില്ല എന്നറിയാം, എന്നാലും ഇഷ്ടപ്പെടാമല്ലോ. അവനിനി ഫ്രണ്ടാക്കാൻ പറ്റില്ല, അതാ എനിക്ക് വിഷമം. 12th ബ്രേക്കപ്പ്, യു ഗോട്ട് ഓവർ ഇറ്റ് സോ ഈസി. പിന്നെയാണോ ഇത്? ബോബി, ഇത് അങ്ങനെയല്ല. ആ, എന്തെങ്കിലും ചെയ്യും. നീ കുളിക്കണ്ടോ? ഓപ്പോസിറ്റ് ഓഫ് ലവ് എന്താന്ന് തേങ്ങ. നീ കുളിക്കണ്ടോ ഗായത്രി? നീ കുളിക്കണില്ലേ? എപ്പോഴാ പോണേ? കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങും. ഇടയ്ക്കെന്ന് പറയാണ്ടോ, ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. താങ്ക്സ് ഡാ. അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റാ. താങ്കോ. നീ എന്താ ചാവാൻ പോവാണ്? ശേ, കരുനാക്കടുത്ത് വളയ്ക്കാതെ മോനെ. ജീവിതത്തിലെ സുഖങ്ങളൊന്നും ഇതുവരെ നേരെ പോയി അനുഭവിച്ചിട്ടില്ല. ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് വേണം. കത്തിക്കലൊക്കെ കഴിഞ്ഞില്ലേ ചേട്ടാ? ആടാ കഴിഞ്ഞടാ. ഇനി നീയൊക്കെ പൊളിക്കും. ചേട്ടൻ സപ്ലൈക്ക് ഇടാൻ വരില്ല ചേട്ടാ? കാണാട്ടാ. വിട്ടേക്ക്, ചീള് കേസ്. അന്ന് സ്പോർട്സ് ഡേക്ക് ഉണ്ടായ അൽമിൻ്റെ ചെറിയ ചൊറിച്ചില്ല. കഴിക്ക്. ചേട്ടന്റെ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരണേ. കഴിക്കുന്നേ. ഇന്നലെ ഓയിട്ടിലോട്ട് പെണ്ണായിട്ട് എന്തായിരുന്നു പരിപാടി? അത്ര നല്ലതല്ല കേട്ടോ. നീ അങ്ങോട്ട് പോ. എന്താണ് നോക്കിക്കണേ? നീ ഇങ്ങോട്ടേ. നടക്ക്. പല പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതെന്നെ അടിയുണ്ടാക്കാൻ കാളച്ചന്തയാ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊന്ന് പഠിക്കാൻ നോക്ക്. വീട്ടിലിരിക്കുന്ന കാർന്നോമാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണ്ടോ? ഓ, ഇനിയിപ്പം മെസ് ഫുഡിന്റെ കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അനാവശ്യ കാര്യങ്ങൾക്ക് ഇടപെട്ട് കിടന്നാൽ ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലൊക്കെ ഇടപെടണ്ടേ സാറേ? ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലും വേണ്ടേ? നീയൊക്കെ പഠിച്ച് പാസ്സായാലും ഈ ലോകത്തിന് തന്നെ ഒരു ബാധ്യതയായിരിക്കും. നിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. കാര്യാക്കണ്ട, നീങ്ങുവാ. ഇതെന്താണ് നിന്റെ ശവക്കല്ലറെ? ശവക്കല്ലറയല്ല, ബോബി ജോൺ ഇവിടെ താമസിച്ചിരുന്നുള്ളതിന്റെ സ്മാരകമാണ്. നിനക്ക് വേണോ? ഓ വേണ്ട. എടി, ഞാനൊരു സോളോ ട്രിപ്പ് പോയാലോന്ന് ആലോചിക്കാം. ഖരഗ്പൂർ പോകുന്നതിന് മുന്നേ. എങ്ങോട്ടാ? ഞാനുണ്ട്. സോളോ ട്രിപ്പിനാ. ഓ, എന്താ പ്രശ്നം എന്നറിയോ? അച്ഛൻ സമ്മതിക്കില്ല. അല്ല, എങ്ങോട്ട് പോകാനായിരുന്നു മോളുടെ പ്ലാൻ? കേക്കട്ടെ. മൂന്നാർ മേ ബി. ബ്രോ, മൂന്നാർ ഇസ് ലൈക്ക് റൈറ്റ് ഹിയർ. നീ മിനിമം ഗോവ പിടിക്കേ. ഉവ്വ്. തൽക്കാലം ഞാൻ ഒന്ന് കോളേജ് ഇറങ്ങിയിട്ട് വരാം. ഇപ്പോഴോ? എടാ, നമുക്ക് ഇറങ്ങാറായി. ഇപ്പം വരാടോ. എനിക്ക് ഈ ലൈബ്രറി ബുക്ക് തിരിച്ചു കൊടുക്കണം, സൂസൻ മാഡത്തിനെ കാണണം, അങ്ങനെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പരിപാടീസ് ഉണ്ട്. ഇത്ര ദിവസം ഉണ്ടായിട്ട് നിനക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല. ചേട്ടാ ചൂടാവല്ലേ, ഒരു ലാസ്റ്റ് ഡേ ട്രിപ്പ് അത്രേ ഉള്ളൂ. നീ സെറ്റാവും, ഞാൻ ഇപ്പോൾ വരാം. ഹലോ ഉണ്ണിയേട്ടാ, എന്തൊക്കെയുണ്ട്? ഓ, എന്ത് പറയാനാടാ,
ഫുള്ള് കട്ടപ്പോകയാണ്. ഞാൻ ഇതെല്ലാം നിർത്തി വെച്ച് വല്ല പണിക്കും പോയാലെന്ന് ആലോചിക്കുകയാണ്. ഏയ് സ്പിരിറ്റ് വിടല്ലേ, പേപ്പറൊക്കെ ക്ലിയർ ആയിക്കോളും. ചുമ്മാ നിനക്കിന് എത്ര സപ്ലൈ ഉണ്ട്? 31. ആ ബെസ്റ്റ്. നെയ്യും എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് വെച്ചോ. ഞാൻ ഒന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം, എന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കണം. ആ അതെ, ഉച്ചയ്ക്ക് നൂണ് എൻ്റെ വീട്ടിലാട്ടോ. എന്തോ അമ്മാമ്മയുടെ ബർത്ത്ഡേയാ. ആച്ചാ എടാ മെസ്സിൽ വെച്ചെന്നത് പ്രശ്നം ഉണ്ടായോ? ആ വാർഡൻ ഇപ്പം വിളിച്ചിരുന്നു. എന്താ നടന്നത്? കാര്യം എന്താണെന്ന് പറയാം. അതൊന്നുമില്ല അച്ഛാ, അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യം. കോളേജിൽ നിന്നേ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാലേ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കേ. ആ എനിക്ക് നിന്നെക്കുറിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. ആ ഡിഗ്രി ഒന്ന് എടുത്തു കാണണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയോ പാട്ടോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ ഡിഗ്രി ഒന്ന് എടുത്തിട്ട് പോരെ. നീ കേൾക്കുന്നുണ്ടോ? ഏതായാലും ടെൻഷനൊന്നും വേണ്ട. നീ അമ്മേനൊന്ന് വിളിക്കട്ടോ. വിളിക്കാം. എന്നാ വെച്ചോ, ഉള്ള സമയം വല്ലതിരുന്ന് പഠിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വല്ല ആർട്സിലും ചെന്ന് ജോയിൻ ചെയ്യും. അതിനെതിരെ എത്ര കൺഫ്യൂഷൻ. ഹായ് ചേച്ചി, നിങ്ങൾ ഏത് ഇയറാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ. ചേച്ചി എന്നാ പോണേ? കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. നിനക്കറിയില്ലേ നമ്മുടെ ലേഡി റപ്പാ. നീ ധൈര്യമായിട്ട് വീട്ടിൽ കാര്യം പറ, നമുക്ക് പറഞ്ഞെടുത്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേ മനസ്സിലാതെ എന്നെ കൊണ്ട് നടക്കൂല ഈ പരിപാടി. അന്നേ നിർത്തി പോയാൽ മതിയായിരുന്നു. അപ്പോൾ വീട്ടുകാരും ഒന്നും തള്ളും. ഈ തള്ളുന്നവർക്ക് അറിഞ്ഞൂടാലോ വലിക്കുന്നവൻ്റെ വിഷമം. ഓരോ അലമ്പ് സീന്. എടുക്ക് വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നും. എങ്ങോട്ട് പോവാൻ? ദേ, നീ അടുത്ത 6 മാസം ഇരുന്ന് മര്യാദയ്ക്ക് പഠിക്കുക. പറ്റാവുന്നത്ര പേപ്പർ ക്ലിയർ ചെയ്യണം. തുണ്ടെല്ലാം വെച്ചൊരു പിടി പിടിക്കുക, ശരിയാവും. നീ എന്താ എന്ത് പറഞ്ഞാലും ഈ തുണ്ട് തുണ്ട് തുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാണേ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നേ. ട്യൂഷൻ കഴിഞ്ഞ എത്താം. ഓക്കെ ഓക്കെ ശരി. ആ ബോർഡിന് എന്നെ കൈ കിട്ടിയാണ്ടല്ലോ, എന്നെ ബാൻ ചെയ്യും പോലും. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മുമ്പേ കോളേജ് ബൈക്ക് കയറ്റിയാ നമ്മുടെ ജോബിക്ക് വാണിംഗ് കിട്ടിയത്. നിനക്ക് കാരണോ കോളേജിൽ ബൈക്കുമായിട്ട്? പിന്നെന്ത്, ഇനി അവരെന്ത് ചെയ്യാൻ? കോഴ്സ് കഴിഞ്ഞില്ലേ? എന്നാ വാ കയറി അവരെന്ത് ചെയ്യും നോക്കാം. നന്നായി പൊളിക്കാം. കുഴപ്പമാവോ? നീ വാടാ. ഗമ പദ നിസ നിധ പ പദ മഗ രേ ഗ പ പദ മഗ സ നിരി നിരി സ സ നിരി നിരി ഒന്നുകൂടെ പഠിക്കാൻ തോന്നി. സ നിധ നിധ പ ധ പ മ വീട്ടിൽ പോയില്ലേ? ഒന്ന് സോറി പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നല്ലേ നീ പറഞ്ഞേ? നീ പോയി പറ. ശരിയാവൂടാ, വെറുതെ ഈ കുടിച്ച സമയങ്ങളല്ല കേട്ടോ. നീ പോയി പറ. പോ, പെട്ടെന്നാവട്ടെ. പോ പോ പോ. മനസ്സേ പുതിയൊരു പൂമഴയായി പൊഴിയാമോ?
ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞാൽ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ. എന്നാ റെഡി? വെറുതെ അങ്ങനെ വെറുതെ വരേണ്ട സ്ഥലമല്ലോ ഇത്. നിങ്ങൾ വന്നേ ചോദിക്കട്ടെ. നിറയുമിയാരവങ്ങളിൽ പുതുസ്വരമായി കവിതകളായി മാറുമീ മൊഴികളുമായി. എടാ ഞാൻ നിന്നെ തപ്പി എടുക്കായിരുന്നു. എടാ മറ്റേ ക്രൈറ്റീരിയൻ കളക്ഷന്റെ കാര്യം എന്തായി? എടാ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ അല്ലേ നിന്റെ? അവനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഫിലിം ക്ലബ് ഇപ്രാവശ്യം സ്ക്രീൻ കടത്തിൽ അടച്ചു വിട്ടിട്ട് അത് സെറ്റാക്കാം. ഓക്കെ തമ്മിൽ കണ്ണകലെ എന്നാലും ഉള്ളിൽ മഞ്ഞുരുകുന്നില്ലേ? ചുവടുകളെന്നു നിന്റെ ഈ വഴികളിലാ പടികളിതെന്നുമെന്റെയോ പതിവുകളാ. ഒന്ന് വരാം സാർ. എടാ സെക്യൂരിറ്റി ബുക്കി ബൈക്കിന്റെ കീ അയാൾ മേടിച്ചു വെച്ചു. നീ ഇപ്പൊ എവിടെ? ഞാൻ പുറത്തുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ഉച്ചയ്ക്ക് വീട്ടിലെത്തണം. എന്നാ നീ വിട്ടോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഉറപ്പാണല്ലോ? ആടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കുക. കൂടുന്നുണ്ടേ ഇവൾ നിലാക്കൺമണി ചുവടുകളെന്നു നിന്റെ ഈ വഴികളിലാ നിലവുകളെന്നുമെന്റെയോ പതിവുകളാ. ഓ മനസ്സേ നിൻ വഴിയേ ഓർമ്മകൾ തൻ പൊൻതരിയേ നിറയുമിയാരവങ്ങളിൽ പുതുസ്വരമായി കവിതകളായി മാറുമീ. ഗായത്രി, നമുക്കൊന്ന് ക്യാൻറ്റീനിലേക്ക് ഇരുന്നാലോ? എനിക്ക് പോവാൻ ടൈമായി. ബോബി അവിടെ അലമ്പുണ്ടാക്കണ്ടാവും. എന്താ റോഷന് പറയാനുള്ളത്? ബോബി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ്. ഓട്ടോ വരാൻ ഇനി ലേറ്റ് ആവുമല്ലോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇരിക്കാം. ഇന്നലെ വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗായത്രി കണ്ടില്ല എന്ന് തോന്നുന്നു. വിശാൽ, രണ്ട് ദിവസമായി വിളിക്കണ. വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ? എത്ര മെസ്സേജ് അയക്കണ? സ്കിറ്റ് ഒന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. തന്നെ സ്കിറ്റ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ? അതൊരു ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. നമ്മുടെ അക്കാഡമിക് സിമിലറാണ്, പിന്നെ ജോബ് പ്രൊഫൈലും ഒരേപോലെ ആയിരിക്കും. കരിയർ ഗ്രോത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വീട്ടുകാർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞാനിത് പറയാനായിട്ട് ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്തതല്ല, പക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് മിസ്സാവുന്നൊരു തോന്നുന്നു. റോഷൻ, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, എനിക്ക് തിരക്കില്ല. താൻ ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ടൈം.
ബിടെക്കിന്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്താലേ ലീഡ്സ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഉത്സൻ സാറിൻ്റെ അടുത്ത് പോയാൽ പാസ്സാവാം ഷുവറാ. ഈവനിങ് ഒക്കെ വേണമെങ്കിൽ ഞാനും ഹെൽപ്പ് ആക്കാം. ജസ്റ്റ് റിലാക്സ്, എല്ലാം ശരിയാവും. അച്ഛനിപ്പോ കൊച്ചിയിലായിട്ട് കുറച്ച് ആളായില്ലേ? 3 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് പ്രോബ്ലം? അല്ല, എനിക്ക് US സെറ്റിൽ ചെയ്യണമെന്നൊന്നുമില്ല, തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ. സുന്ദരേട്ടാ, ഒരു കട്ടൻ കടുപ്പം കൂട്ടി നല്ല മധുരം ആയിക്കോട്ടെ. ഞങ്ങളൊരു സീരിയസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചോ? ഇത് കോളേജ് ക്യാൻറ്റീനല്ലേ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഗായത്രി, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ആ, നിങ്ങൾ അവിടെ പോയിരിക്കും, ഞാനും കൂടെ വന്നിരിക്കാം. വിശാൽ, നീ പിന്നെയും തുടങ്ങിയോ? എന്ത് തുടങ്ങിയോന്ന്? എനിക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാൻ പറ്റില്ലേ? കുടിക്ക്, സമാധാനമായിട്ട് കുടിക്ക്. ഗായത്രി, 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 ഒരു മിനിറ്റ്. അവനോട് ഇരുന്നോട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് സംസാരിക്കാം പ്ലീസ്. എനിക്ക് ലേറ്റ് ആവുന്നുണ്ട് റോഷൻ. നീ അവളെ വിട്ടാലേ പിന്നെന്താണ്? ആ, കാമുകനിരിക്കും, നമുക്ക് സംസാരിക്കാം. നീയാണോ റോഷനായിട്ടുള്ള മീറ്റിംഗ് സെറ്റപ്പ് ചെയ്ത്? അവൻ അടിപൊളിയോ മോളെ, നിങ്ങൾ തമ്മിൽ ചേരും. ഓക്കെ അല്ലേ? നിനക്കിപ്പോ തിരക്കൊന്നുമില്ല? ഉച്ചയ്ക്ക് വീട്ടിൽ പോണ്ടേ? എന്തു പറ്റിയേ? നിന്നെ ഞാൻ കൊല്ലും. പണിവാളിയാ. സുന്ദരേട്ടനെ സമ്മതിക്കണമല്ലേ? 50 വർഷമായി ഇവിടെ, ഒരു ബോറടിയില്ല. എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര ബാച്ച് ഉണ്ടാണ് മൂപ്പര്. എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? അവനായിട്ട് എന്താ? I don't have to tell you that. ഫൈൻ. എന്നെ എന്തിനാ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യണേ? എനിക്കെന്താ, ക്യാൻറ്റീനിൽ പോയിക്കൂടെ? അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ. എനിക്കതിന് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറി ഇടപെടണമെന്നില്ല വിശാൽ. ഇസ് ദാറ്റ് ക്ലിയർ? വെരി ക്ലിയർ. ദേ, കളിയാക്കല്ലേ. ആര് കളിയാക്കി? നീ പോയി കെട്ടിക്കോ, പോയി സെറ്റിൽ ആവും. നീ ഉണ്ടല്ലോ, നീ ഒരിക്കലും നന്നാവാൻ പോണില്ല. ഇറ്റ്സ് ഇൻ യുവർ ബ്ലഡ്. എല്ലാ അവസാന ദിവസം കൊണ്ട് കൊളാക്കണം, ഓക്കെ? എനിക്കിനി നിന്നെ കാണണ്ട. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? നിനക്ക് വേണ്ടതാരാ? ലിസൺ, അക്കാഡമിക്സ്, ഫാമിലി സ്റ്റേറ്റസ്, സോഷ്യൽ സ്റ്റേറ്റസ്, ലുക്സ്, ഇന്റലിജന്റ്, ഇതൊക്കെയല്ല റോഷൻ. അതല്ല ഞാൻ സെറ്റാക്കി തന്നത്. നീ ആരാ എന്റെ കല്യാണ ബ്രോക്കറാ? ഇത് മോളെ ചുമ്മാ ഇറങ്ങണ സമയത്ത് ഉടക്കി പിരിയാൻ നിൽക്കല്ലേ. I'm only trying to help you. See, either way, റോഷൻ നിന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള കാര്യം നിനക്ക് അറിയുന്നതല്ലേ. For the same reason I was avoiding him, Bobby. You know what? Whatever. നാളെ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക്. ഇനി നാളെ വിളിക്കോ? വേണ്ട, പറഞ്ഞ് ക്യാൻസൽ ആക്കിയേക്കാം. ഫൈൻ. എനിക്ക് അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഭയങ്കര ഇംപ്രാക്ടിക്കൽ ആയതുകൊണ്ട് വിശാലിനെ വേണ്ടാന്ന് വെച്ചു. ഓക്കെ, ഫൈൻ. ഭയങ്കര പ്രാക്ടിക്കൽ ആയതുകൊണ്ട് റോഷൻ ഇസ് ഓൾസോ നോട്ട് ആൻ ഓപ്ഷൻ. വാട്ട് യു വാണ്ട് മാൻ? ആ പോട്ടെ, എന്നിട്ട് വിശാൽ എന്താക്കി? എന്താക്കാൻ? ഇന്നലെല്ലാം മര്യാദയ്ക്ക് സംസാരിച്ച് ഹാപ്പി ആയിട്ട് പിരിഞ്ഞതാണ്. ഇന്ന് പിന്നെയും കോളായി. ഇനി അവനെ കാണാനും പോകുന്നില്ല. നിന്റെ ഉള്ളിൽ പിള്ളേ ഫീലിങ്സ്
ഒക്കെ ഇല്ലേ അത് നീ ഇവിടുന്ന് ബസ് കയറുമ്പോൾ കുറച്ച് കുറയും. അത് കഴിഞ്ഞ് നീ വീട്ടിലെത്തില്ലേ അപ്പം അത് കുറച്ചുകൂടെ കുറയും. ആൻഡ് വിത്ത് ടൈം അതില്ലാണ്ടായിക്കോളും. വാ ലേറ്റ് ആണ്. ഗായത്രി വാ. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഓ ഗായത്രി ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയണം. ബസ് സ്റ്റോപ്പ് വരെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? നമ്മൾ ലാസ്റ്റ് മൂന്നാറൊക്കെ പ്ലാൻ ചെയ്തല്ലേ? കോളേജ് ജംഗ്ഷൻ വരെങ്കിലും ഒരുമിച്ച് പോകും. ഇത് ഞാൻ കുളമാക്കില്ല. അവസാനം അടികൂടി പിരിയണ്ട. വാ. എന്താ? നീ വിട്ടോ, ഞാൻ വന്നോളാം. വാട്ട്? അവൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യും. മൂന്നാറിന്നൊക്കെ പറയാനായിട്ടല്ല ഞാൻ. ഒരു മൂന്നാറും ഇല്ല, കോളേജ് ജംഗ്ഷൻ വരെ, അത്രേ ഉള്ളൂ. വെയിറ്റ് ഇത് ഞാൻ കൊണ്ടുവന്നോളാം. നിനക്ക് ഇടയ്ക്ക് വേറെ പ്ലാൻ എന്നൊക്കെ തോന്നിയാലോ? ഡോണ്ട് വറി, ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഗോ. പോവാം. നിനക്ക് സോറി പറയാൻ എത്ര ബുദ്ധിമുട്ട്? സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? കേൾക്കുന്ന ആൾക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇന്ന് തന്നെ ക്യാൻറ്റീനിൽ കണ്ടപ്പോൾ കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ ഓർമ്മ വന്നേനി. മഴയത്ത് ക്ലാസ് പോകാതെ നമ്മൾ ക്യാൻറ്റീനിൽ തന്നെ ഇരുന്നില്ലേ, അതൊക്കെ. അതാ ഇന്ന് തന്നെ അവനോട് കണ്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു വന്നു. എനിക്കിനി ക്യാൻറ്റീൻ കാണുമ്പോൾ ഇന്നത്തെ സീനെ ഓർമ്മ വരും. അതൊക്കെ വെറുതെ വന്നാ. എന്ത് ധൈര്യത്തിലല്ല കയറി വന്നേ? ഞാൻ പോയിറങ്ങിയതാ, പിന്നെ നിന്നെ കാണാൻ തോന്നി.
ഇതാ ബെറ്റർ. എന്താ ഇനി എന്നെ ഓർക്കാതിരിക്കാതാ നല്ലത്. നിനക്ക് ഇത്ര എളുപ്പമാണ് എന്നെ മറക്കാൻ? ഞാൻ എന്തിനാ മറക്കണേ? പിന്നെ അതവിടെ ഇരിക്കട്ടെ, ഒരു കോർണറിൽ. പിന്നെ ഞാൻ എന്തിനാ മറക്കണേ? യു ആർ ഡിസ്ട്രോയിങ് യുവർ സെൽഫ് വിവി. എനിക്കതിന് റീസൺ ആവാൻ പറ്റില്ല. അതല്ലേ നല്ലത്. നീ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ദിവസം കൊള്ളാം. കറക്റ്റ് മഴ. ബാക്കി ഏത് സബ്ജക്റ്റ് പാസ്സായാലും ഇത് എഴുതിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. നീ ഒറ്റൊരാൾ കാരണമാണ് ഞാൻ എൻ്റെ വൈവക്ക് പോറ്റു. ഓ, പഠിപ്പിച്ചതും പോരാ കുറ്റവും കേൾക്കണല്ലേ. ഇതല്ലേ ഹൈഡ്രോളിക് റാം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 6 മാസം ലാബിൽ വന്നിരുന്നപ്പോൾ നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു? നിന്നെ ശരിക്കും 6 മാസം എന്നുള്ള കണക്ക് തന്നെ തെറ്റാ. കഷ്ടിച്ചൊരു 4 മാസം ക്ലാസ് ഉണ്ടാവും. നിങ്ങളെങ്ങനെ ഇൻക്യുബേറ്ററിലിട്ട് വിരിക്കുന്നത് എന്തിനാന്ന് ആർക്കറിയാം. ശരിയല്ലേ? ഇന്ന് രാവിലെ എന്തോ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തല്ലോ. എന്തായിരുന്നു? അതൊന്നുമില്ല. ആരാ? എനിക്ക് പണ്ടയച്ചൊരു ഹൈക്കു കവിത ഞാൻ നിനക്ക് തിരിച്ചയച്ച. ഏത്? I wish you held on to me like I held on to hope. Like I held on to hope. വാനിലെ താരകേ തേടുന്നിതാ. ട്രിം ചെയ്തോടെ. എന്തിന്? ഇനി ആരെ കാണിക്കാനാ? തിങ്കളിൻ തേരിലായി വന്നിടൂ. വാതിൽ ചാരി നീ വരൂ സഖി വരൂ വരൂ. കനിമൊഴി നീ കനവിലെ കൂട്ടിൽ അടയുവാനായി പൂനിലാവിൽ മന്ദം മന്ദം വിരിയുമീ പൂവിൽ അരികിലായി പാരും തേക്കിലി വാനിലേ. എന്നാ പോയാലോ? തേടുന്നു ഞാൻ കാറ്റിൻ ദേ കൂടാ. ഇതുപോലെ കോയിലാസർ എന്ന് കുറച്ച് മഴ വെള്ളട്ടെ. തിങ്കളിൽ തേരിലായി വന്നിടും. മാതിൽ ചാരി നീ വരൂ മെല്ലെ നീ വരൂ വരൂ. കനിമൊഴി നീ കനവിലെ കൂട്ടിൽ. നിനക്ക് ആ പാട്ട് ഓർമ്മയുണ്ടോ? ഏത്? അന്ന് സ്പോർട്സ് ഡേക്ക് നീ 200 മീറ്റേഴ്സ് ഓടുന്നതിന് മുന്നേ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട്. ആ പാട്ട് കേട്ടിട്ടാ ഞാൻ തോറ്റത്. മുണ്ടെടുക്കാൻ സമരം, സ്വിമ്മിംഗ് പൂൾ സ്റ്റുഡൻസിനെ യൂസ് ചെയ്യാൻ സമരം, അങ്ങനെ കുറെ പൊളിഞ്ഞ സമരങ്ങൾ. നിനക്ക് മതിയായില്ലേ? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം ജയിച്ചേ. നിങ്ങൾക്കൊക്കെ നോക്കി നല്ല താല്പര്യമുള്ളൂ. നിലവുകൾ ഇതാ പൂക്കാലങ്ങളാൽ കനവുകൾ ഇതാ വെൺമേഘങ്ങളാൽ ശാന്തമാം സാഗരം പോലെ മാനസം നീ അതിൽ
തേടും കനിമൊഴി നീയും കനവിലെ കൂട്ടിൽ അണയുവാനായി പൂനിലാവിൽ എന്തൊക്കെ പറഞ്ഞാലും നീ അവനെ കെട്ടരുത്. എന്തേ? കെട്ടരുത്. ഈ കോളേജിൽ ആരും കെട്ടരുത്. വേറെ ആരാണ് കെട്ടിക്കൂ. ഒന്ന് പോയേ. This day will never happen again. ഇന്നലെ പോവാൻ നേരത്തെ എല്ലാവരും നല്ല ഇമോഷണൽ ആയിരുന്നു. ഞാൻ കുറേ നേരം നിന്റെ സീറ്റിൽ വന്നിരുന്നു. എത്ര നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമല്ലേ? ശരിയാ, ഇവിടെ വെച്ചല്ലേ ബ്രേക്കപ്പ് ആയേ. നീ എന്തിനാ എന്നെ വേണ്ടാന്ന് വെച്ച്? ഞാൻ പറഞ്ഞല്ലോ വിവി, 4th ഇയർ ആയപ്പോഴേക്കും നിന്റെ കോൾസും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണ്ടായി. സത്യം പറ, ചിലപ്പോൾ അതറിഞ്ഞ് എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റും. പറഞ്ഞോ, കുഴപ്പമില്ല. നിന്റെ ടെമ്പർ, നിനക്ക് ദേഷ്യം വരാതിരിക്കാൻ ട്രൈ ചെയ്ത് എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നോട്ട് പ്രാക്ടിക്കൽ, അതൊക്കെ. നീ എവിടെയാ? വരുന്നുണ്ടോ? മഴയത്ത് പെട്ടു. ഇനി ലേറ്റ് ആവോ? ഇല്ല, ഇറങ്ങാണ്. ശരി, വാ. പോവാം. പോവാം. ഇന്ന് സൂസൻ മാമിനെ കാണാൻ പോയപ്പോൾ മാമിൻ്റെ അവിടുത്തെ ലാസ്റ്റ് ഡേ കഥ പറയായിരുന്നു. എനിക്ക് അവരെ കണ്ണെടുത്ത് കണ്ടുകൂടാ. അതാ മാം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ജൂനിയർ ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അന്ന് ടൗണിലെ ലെറ്റർ ബോക്സ് ഉള്ളൂ. അതാണോ? അതാ കഥ എന്താന്ന് വെച്ചാൽ മാം അത് പോസ്റ്റ് ചെയ്യാൻ മറന്നു. പിന്നെ 10-15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് കാണണേ. അവരങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേക്ക്. കത്ത് തുറന്ന് നോക്കിയപ്പോൾ ആ ജൂനിയർ പെൺകുട്ടി കാമുകന് വേണ്ടി എഴുതിയ കത്ത. ഒരാഴ്ചക്കുള്ളിൽ ഒളിച്ചോടിയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്നും പറഞ്ഞു. മാം ആകെ ടെൻഷനായി ജൂനിയറിന്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിച്ചപ്പോൾ ആള് വേറെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാമുകൻ അന്നും ഇന്നും വടി. അതെന്താ? ആ കാമുകനെ രക്ഷപ്പെട്ടൂടെ? അവരിപ്പോ ഈ കഥ നിന്നോട് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. വരുന്നില്ലേ? I'll miss this place. അത് നിങ്ങൾക്കൊക്കെ. എനിക്കൊരു രീതിയിലും ഒരു പ്ലസന്റ് മെമ്മറി ഇല്ലാത്ത സ്ഥലം ഇത്. നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. 4 വർഷം മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? എന്താ? നിനക്ക് ഇഷ്ടമുള്ളതേ നീ ചെയ്യുള്ളൂ. കുന്താണ്. ഞാനിവിടുന്ന് പോയാൽ എനിക്കിഷ്ടമുള്ള ലൈഫൊന്നും ആയിരിക്കില്ല ജീവിക്കുക. ഐ എം ഷുവർ. നിനക്ക് ആദ്യം ലിറ്ററേച്ചർ പഠിക്കണമെന്നും ടീച്ചറാവണമെന്നൊക്കെ ആയിരുന്നില്ലേ? ഇപ്പോൾ കരക്കൂറിൽ M.Tech. അതുപോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പോവാം. ഇവിടെ വന്ന എല്ലാവരുടെയും സ്റ്റോറി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്റ്റിൽ വിൽ ഓൾ റിമെമ്പർ ദിസ് പ്ലേസ്. മിഴികളിൽ മിഴികളാൽ അകലെ അകലെ നമ്മൾ
മൊഴികളാൽ വഴികളിൽ പൊഴിയുമിലകൾ മൗനം അഴലിനാലനുദിനം അണിയുമീ മുഖപടം കഥയിലും കനവിലും പകലിലും ഇരവിലും തണലിനായി ചിറകിനായി ഉയിരു ചേർത്തിടാമരികെ അപ്പം ശരി. പുതുതാരങ്ങൾ വിട ചൊല്ലാതെ മറന്നെങ്ങുമായുന്ന നാൾ കുറിമാനങ്ങൾ മനമേകാ നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? വെറുതെ നടന്നു. ഇനിയില്ല ഈ വഴി തിരികെ യാത്രയാ ഇനി എന്നും ഈ വഴി ആ വാടാ വായിരിക്കെ ഈ വഴിക്ക് കാണാനില്ലല്ലോ. എടാ മറ്റന്മാര് പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോടാ? പിന്നെ പോലീസിന്റെ ഭാഗത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടും പോണ നല്ലതാണ്. അവിടെ വെച്ച് തന്നെ പിന്നെയും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരത്ര ശരിപ്പുള്ളികളൊന്നുമല്ല. ഹലോ. എടാ നീ വരുന്നുണ്ട്, നാളെ എത്തണം. മറ്റന്നാൾ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങും. എടാ സാറിന്റെ കൈയും കാലും പിടിച്ചാൽ ഇങ്ങനെ ചാൻസ് എന്നിട്ടിപ്പോൾ നിനക്കെന്തിനാ കേടാ? എടാ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറ. എടാ ഞാൻ പിന്നെ വിളിക്കാം. എടാ വരുന്നുണ്ട്, നാളെ വൈകിട്ട് നീ കൂർഗിലെത്തണം. ഇല്ല പിന്നെ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ പോയില്ലേ? ബോബി പോയി. എനിക്ക് ഈ ഡയറക്ഷനിലേക്കല്ലേ പോകണം. ഞാൻ വിട്ടേ. ബസ് എപ്പോൾ വരും? ഓക്കെ ഞാൻ കയറ്റി വിടാം. ഹോസ്റ്റലിൽ നേരെ ഓട്ടോ പിടിച്ച് പോയിരുന്നെങ്കിൽ ഇപ്പം എവിടെ ആയേനെ? വീട്ടിലെത്തിണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബസ്സിലായിരിക്കും. ഞാൻ സപ്ലി ഹോസ്റ്റലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡിപ്രഷൻ അടിച്ച് കിടന്നേനെ. കളയണോ? കളയോ? കളഞ്ഞു.
വിശക്കുന്നുണ്ടോ? ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൺ ദ വേ എന്തെങ്കിലും കഴിക്കണം. എൻ്റെ കുക്കിംഗ് അവസാനമായിട്ടൊന്ന് പരീക്ഷിക്കുന്നോ? ലേറ്റ് ആയില്ലേ? ടൈമില്ല. സമയം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. വന്നാലല്ല ചോറും കറിയും വെച്ച് തരാം. എവിടെ വന്നാ? സപ്ലി ഹൗസ്. എനിക്കൊരു അരമണിക്കൂർ മതി കുക്ക് ചെയ്യാൻ. ബെസ്റ്റ്. ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. ഞാനില്ല. വേണ്ടാന്നാണോ? അതോ ആഗ്രഹമുണ്ട് ധൈര്യമില്ലെന്നാണോ? അതോ വേണം എന്ന് വേണ്ടെന്നാക്കി പറയുന്നതാണോ? വാട്ട്? വരുന്നോ ഇല്ലയോ? നീ ഇത് ഉറപ്പായോ റിഗ്രറ്റ് ചെയ്യും. ചിലപ്പം ലൈഫ് ലോങ് മുഴുവൻ ഇത് റിഗ്രറ്റ് ചെയ്യും. എന്തിന്? ഇപ്പൊ നീ വീട്ടിലെത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ മോർണിംഗ് നീ മിസ് ചെയ്യൂലേനോ? മേ ബി. ശരി എന്നാ. യാ. ആ അതുപോലെ ഏതും നീ മിസ് ചെയ്യും. ഉറപ്പാ. നീ നോക്കിക്കോ. ബസ്സൊന്നും വരുന്ന കാണുന്നില്ലല്ലോ. ഇനി മിന്നൽ പണി കൊടുക്കെല്ലാം പ്രഖ്യാപിച്ചോ? നീ വാന്ന്. ഐ പ്രോമിസ് യു ഗുഡ് ഫുഡ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ടൈം. പോരെ? വാ. ഞാൻ വീട്ടിലേക്ക് വിളിക്കട്ടെ? യെസ്. ഹലോ. ഹലോ. നീ അമ്മയ്ക്ക് ഫോൺ കൊടുത്തേ? ഞാൻ പുറത്താ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടാ ഫോൺ എടുത്ത് പുറത്ത് വരുതെന്ന്? ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം. ചേച്ചി ഒന്ന് വെച്ചേ. എന്തു പറഞ്ഞു? ഒന്നുമില്ല. പോവാം. പോവാം. ഇങ്ങോട്ടേക്ക് മുമ്പ് വന്നിട്ടുണ്ടോ? പിന്നെ LHന്റെ ബാക്കിലൂടെ ഇങ്ങോട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ കുളിക്കാൻ വന്നപ്പോഴല്ലേ എന്തോ ആക്സിഡന്റ് ആയത്. ആ അതേ. പിന്നെ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ സപ്ലൈ ഹൗസിൽ ഏതെങ്കിലും ചേട്ടന്മാരെ പരിചയമുണ്ടോ? ഇല്ല. പക്ഷേ സപ്ലി ചേട്ടന്മാരോട് ഞങ്ങൾക്കൊരു പ്രത്യേക സിമ്പതി. ഈ വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ലുക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അത് ശരി. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. അകത്ത് ആളുണ്ടോ? ഇവിടെ പോയി ആരെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടെന്താ പ്രശ്നമുണ്ടോ? ആരും ഇല്ല ഇവിടെ. ആരും ഇല്ലാന്നാ തോന്നുന്നു. ഫ്രണ്ട് ഡോർ ലോക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്ക് ഡോർ പോയാൽ കയറണേ. ചിലപ്പോൾ അവിടെ ഉണ്ടോ. ഞാൻ സ്പെയർ കീ ഉണ്ടോ നോക്കിയിട്ട് വരാം. ആ നീ എവിടെ? സപ്ലൈ ഹൗസിൽ കീ എവിടെയുള്ളത്? എടാ ഞാൻ പിന്നെ വന്നാൽ മതിയോ? എനിക്കിപ്പോൾ ഒരു മൂഡില്ല. അവൻ്റെ ഒരു മൂഡ് നീ തോന്നുമ്പോൾ വന്നാൽ മതി. എടാ കോളേജിൽ പിന്നെ ബൈക്കിൻ്റെ പ്രശ്നം എന്തായി? അതൊന്നും കുഴപ്പമില്ല. നീ എന്തായാലും പെട്ടെന്ന് വാ. കീ അവന്മാരെ കൊണ്ടുപോയി. എന്നാ പോയാലോ? എന്നാലും എനിക്ക് അവസാനമായിട്ടൊന്ന് കുക്ക് ചെയ്ത് തരാൻ പറ്റിയില്ലല്ലോ. അത്രേ ഉള്ളൂ യോഗം. വേറൊരു പരിപാടി ഉണ്ട്. എന്താ? വാ വാന്ന്. എക്സ്പെർട്ടീസ് പോരാ. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. നിനക്ക് ഈ പണിയൊക്കെ അറിയോ? ഇതൊക്കെ എവിടുന്നാ പഠിക്കണേ? അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ബാക്കിയുള്ളവരറിഞ്ഞാ പ്രശ്നമാവില്ലേ? എന്തു പ്രശ്നം? നീ വാ. ആ നീ ഇരിക്കും. ഞാൻ പോയിട്ട് കിച്ചണിൽ എന്തൊക്കെയുള്ളത് നോക്കിയിട്ട് വരാം.
അരിയുണ്ട് പരിപ്പുണ്ട്. ചോറും പരിപ്പറിയും മതിയോ? നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോ. ഓക്കെ. വീട് കൊള്ളാം. തൃശ്ശൂരൻ്റെ തറവാടിൻ്റെ ഫീല്. ഫിഷ് വേണോ? വേണ്ട. വേണ്ട? പപ്പടമുണ്ട്. ഇത് കാച്ച. നിന്റെ റൂം എവിടെയാ? മേളില്. മച്ചിന്റെ മുകളിലോ? യെസ്. ശ്വാസം മുട്ടില്ലേ? എന്ത് ശ്വാസം മുട്ടല്? നല്ല സമാധാനമുള്ള സ്ഥലം അത്. കുക്കിങ്ങിന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണേ ഒന്ന് സഹായിക്കാം. പോരാ. ഓക്കെ. നിന്റെ ടേസ്റ്റ് കൊള്ളാലോ. നല്ല ആംബിയൻസാ. അതല്ലേ ഞാൻ പറഞ്ഞേ. അവിടെ കറി നിൽക്കാതെ വാ, പണിയുണ്ട്. എടി, ഞാൻ വീട്ടിൽ ലാൻഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി. നീ വീട്ടിലെത്തിയോ? ഇല്ലടി, ഞാൻ ഒന്ന് കഴിക്കാൻ കയറി. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ബോബിയാ, അവള് വീട്ടിലെത്തിന്ന്. കുറച്ച് അമ്മന്തി ഉണ്ടാക്കിയാലോ? നിനക്ക് ഇഷ്ടമല്ലേ? അപ്പതാ തേങ്ങ കറിക്കോ. നീ തേങ്ങ ചിരണ്ടിയാൽ മതി, ഞാൻ അരി കഴുകിക്കോളാം. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യോ? അവിടെ പച്ചമുളകുണ്ട്, 2 പച്ചമുളക് കുറച്ച് തരുമോ? എനിക്ക് 100 കൈയൊന്നുമില്ല. ഒരു സമയത്ത് ഒരു പണിയേ നടക്കുള്ളൂ. ഓക്കെ, ഞാൻ തന്നെ പോയി പറിച്ചോളാം. ചമ്മന്തിയിൽ വേപ്പില കൂടെ ആയാലോ? നൈസായിരിക്കും, ട്രൈ ചെയ്യാം. ആ, നീ ആ ഗ്യാസ് ഒന്ന് കുറച്ചേക്ക്, പരിപ്പിന്റെ വേവ് കൂടണ്ട. ആഹാ, ഇതൊക്കെ അറിയാലേ? പിന്നെ അറിയാണ്ട്. അതെ, പെട്ടെന്നായിക്കോട്ടെ, വിശപ്പ് തുടങ്ങി. നല്ല വിശപ്പുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ കോമ്പോ ഉണ്ട്. ബ്രെഡും മിക്സറും ഉള്ളിയൊക്കെ ഇട്ടിട്ട്. വേണമെങ്കിൽ ചോറ് വേകുന്നതിന് മുമ്പ് അതെടുക്കാം. വേണ്ട. ഓക്കെ. ആപ്പിറ്റൈസർ വേണോ? എന്താ സാധനം? ചാത്തിന് സാധനമായിരിക്കും. വേണ്ട. മതി മതി മതി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, കൊള്ളാം. കഴിച്ചോ? ഇതെടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് തീർക്കും. ഫ്രിഡ്ജിൽ ചിലപ്പോൾ അച്ചാറുണ്ടാവും, ആണോ? ഇല്ല വേണ്ട, ചമ്മന്തി ഉണ്ടല്ലോ. അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം തിരികെ
മനസ്സിൽ നീ തരുമോ ആ വർഷം ആ സ്വരം അലയും നിൻമിഴികൾ മൊഴിയും വേദനകൾ ഞാനറിയും ഈ നേരം അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം നൈസ്. ഇടയ്ക്ക് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എന്നാ ചെയ്യ്. പഠിക്കണ്ടതിനൊക്കെ ലേറ്റ് ആയില്ലേ? ഒരു ലേറ്റും ആയിട്ടില്ല. ഇനിയും പഠിക്കാമല്ലോ. SPB ഹാഡ് നോ ക്ലാസിക്കൽ ട്രെയിനിങ്, അറിയോ? അതിനൊക്കെ ഒരു ലക്കും കൂടെ വേണ്ടോ? ലക്കൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പഠിക്കുക. ഇവിടെ പഠിക്കാനുള്ളതൊക്കെ ആദ്യം പഠിച്ചു തരട്ടെ. ഈ സപ്ലി എങ്ങനെ ക്ലിയർ ചെയ്യുന്നതിന് എനിക്കൊരു ഐഡിയ ഇല്ല. പോയാലോ? ഇനി ഇറങ്ങിയില്ലെങ്കിൽ ബസ്സൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു നേരമാവും. ഞാൻ വീട് വരെ കൊണ്ടുവിട്ടെ. കാക്കനാട് വരെയോ? ഇവിടുന്ന് ഹാർഡ്ലി ഒരു 45 മിനിറ്റ്സ് ഡ്രൈവല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. നിന്റെ ഫ്ലാറ്റ് വരെ ഞാൻ വരായിരുന്നാ പോരെ? ഇൻഫോ പാർക്കിൻ്റെ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവിടുന്ന് എനിക്ക് നടന്നു നല്ല ദൂരമല്ലുള്ളൂ. വെറുതെ ഒന്നും വേണ്ട, പെട്രോൾ അടിച്ചെന്നാൽ മതി. പോടാ പ്ലീസ്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കാലോ. എന്നിട്ട് എന്തിനാ? വെറുതെ ഇരിക്കാം. ഇനി പറ്റില്ലല്ലോ. അടിപൊളി. അപ്പോൾ ഒരാഴ്ച ആരോടും ചൂടാവരുത്. ശ്രമിക്കാം. ഇത് വീണ എനിക്ക് ഇതിൻ്റെ 11 ടാറ്റു കാണിച്ചു തരണം. ആ പിന്നെ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അത് ചെയ്യണം. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. നീ അറിയ ഓക്കെ, മൈ ടേൺ. ക്ലീൻ ഷേവ് ചെയ്യണം. അയ്യേ, പാർട്ട് ഓഫ് ദി ഗെയിം. അടിപൊളി. സൂസൻ മാഡം പറഞ്ഞ ഒരു ലവറില്ലേ, അത് മാഡം തന്നെയാണ്. ജൂനിയറും കോപ്പൊന്നും അല്ല. കണ്ട, ഉള്ള പ്രേമം പൊളിക്കാൻ എല്ലാ പെൺപിള്ളേരോടും പറയണ കഥ ഇത്. ശരി ശരി. ഒരു മാസത്തേക്ക് സ്മോക്ക് ചെയ്യരുത്. ഒരു മാസം? ആ, കുറച്ച് കുറയ്ക്കോ? 2 weeks. 1 week? പിന്നെന്തിനാണ്? പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വീണെടുത്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്തേനെ. എന്നാ ഞാൻ ഒന്നും കൂടെ ചെയ്യട്ടെ? വേണ്ട വേണ്ട, മൈ ടേൺ. ഇത് വീണ ഐ ഗെറ്റ് എ കിസ്. നമുക്ക് പോയാലോ? ഇനി ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന്
വിവി പറന്നേ പോകുന്നേ മേഘങ്ങൾ ആകാശം മേലേ നടന്നേ നാം നീങ്ങുന്നി മണ്ണിൽ കിനാനൂലിലായി നിലാവേ നീ എന്നും പോരില്ലേ ഈ ദൂരം കൂടെ തൊടുന്നേ നാം കൈനീട്ടി ജീവന്റെ പൂമാലമാകെ നാം കാണുന്നൊരോമൽ സ്വപ്നങ്ങൾ താരങ്ങളായി മിന്നുന്നേ എന്തേ പറ. ഇന്ന് ആക്ച്വലി എനിക്ക് പോകാനൊരു ബസ് വന്നു പോയതാ. മനഃപൂർവ്വം കയറാതിരുന്നതാ. എന്തിന്? നിന്നെ ഒന്നും കൂടെ കാണാൻ. നീ മോളിൽ താഴേക്ക് വരെയല്ലോ.
നീ SM പാസ്സായതല്ലേ, പിന്നെ എന്തിനാ അതെടുത്ത് വെച്ചിരിക്കണേ? നമ്മൾ ഫസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് പാച്ചപ്പ് ആയില്ലേ, അപ്പോൾ നീ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു. ആരും ഓർമ്മക്കേണ്ടി വെറുതെ വെച്ച. ഇതെന്തിനാ? നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ കുഴപ്പമുണ്ടോ? എന്നാ അതെൻ്റെ ഇരിക്കട്ടെ. ഞാൻ വേറെ മേടിച്ചു വലിക്കും. എന്നാലും ഇത് വലിക്കില്ലല്ലോ. പോണ്ടേ? ഒരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്, വേണോ? ഈ ചായ ഞാൻ പൊളിക്കും. നമ്മ പോയി ചായ ഉണ്ടാക്ക്. ഓക്കേ. ചായ കൊള്ളാം. അച്ഛൻ ഭയങ്കര ചായടിക്കാരനായിരുന്നു. മൂപ്പർക്ക് നാദാരത്തൊരു പീടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണൽ പ്രശ്നമൊക്കെ വന്നത് പൂട്ടി. ഞാനും ഏട്ടനും സ്കൂളും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കാറ്. ഏട്ടനെപ്പോഴും ചെന്നൈ തന്നെയല്ലേ? ആ. കല്യാണം കഴിയുമ്പോൾ എല്ലാവരും മാറും. വി ഷുഡ് ഗിവ് ദം ദ സ്പേസ്. വീട്ടിൽ വരാത്താണ് അവൻ്റെ സ്പേസ്. ഒരു കൊല്ലമായിട്ട് അവൻ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ അവൻ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ കൊണ്ടിപ്പോൾ പറ്റാത്തോണ്ടല്ലേ. നീ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ചേട്ടൻ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞല്ലേ, ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ എല്ലാം ശരിയാവും. ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നാലും ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോവില്ല. എന്നാ പോണ്ട. നീ ഒന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ കോളേജിൻ്റെ മുന്നിൽ ഒരു മൊബൈൽ ടീക്കഡ് ഇട്, അത് വർക്കാവും. അത് നല്ല ഐഡിയ ആണല്ലോ. ജസ്റ്റ് ബി കാം ആൻഡ് തിങ്ക്. ഇങ്ങനത്തെ കുറേ നല്ല ഐഡിയാസ് കിട്ടും. നീ എന്നെ മിസ് ചെയ്യില്ലേ? പിന്നെ കരക്പൂരൊക്കെ പോയി പുതിയ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ അങ്ങ് മറക്കും അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിന്റെ മണം. എൻ്റെ ക്യാരക്ടറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഒടുക്കത്തെ പ്ലാനിങ്. എന്ത് പ്ലാനിങ്? എപ്പോൾ പ്രഗ്നൻ്റ് ആയ കരിയറിനെ ബാധിക്കായിരിക്കും എന്ന ലൈനിലുള്ള പ്ലാനിങ്. അതൊരു കുഴപ്പമാണോ? ഇങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാ ഡിസാസ്റ്ററിൽ ചെന്ന് ചാടുന്നത്. പ്രത്യേകിച്ച് കൂടെ റൈറ്റ് ആൾക്കാരില്ലെങ്കിൽ. ഓ ആയിക്കോട്ടെ. ഈ ബോബിക്ക് എന്താ എന്നോട് ഇത്ര പ്രശ്നം? എന്ത് പ്രശ്നം? അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവളുടെ ഒരു ബോഡി ഗാർഡ് കളി. അവൾ കാരണം നമ്മൾ ബ്രേക്കപ്പ് ആയത് തന്നെ. പോകുന്നതിനും ഒന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചാ. നീ എന്തൊക്കെയാ പറയണേ? അവൾ എന്ത് ചെയ്തെന്നാ?
അവൾക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല, എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടമല്ല. നിന്റെ പോളിറ്റിക്സുകളെ എനിക്കും ഇഷ്ടമല്ല. അതിനെന്താ പ്രശ്നം? നീ എത്ര ടൈമാ വേസ്റ്റ് ചെയ്യണേ? ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ നിന്റെ അത്ര ടാലന്റഡ് ആയിട്ട് ആരുമില്ല. ബട്ട് യു ഡോണ്ട് ഹാവ് ഫോക്കസ്. ടാലന്റ് ഒന്നാം ഘട്ടം. ചൂടായാലും ബാക്കിയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറ. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് സപ്ലിയൊക്കെ എഴുതിയെടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പാസ്സാൻ പറ്റില്ലെന്നാണോ? പാസ്സാവേണ്ട കാര്യമില്ല എന്ന്. യു ആർ നോട്ട് മെന്റ് ഫോർ ദിസ് കോളേജ്. യു ഷുഡ് ബി ഇൻ ആർട്സ്, മ്യൂസിക്, ഫിലിംസ്, കുക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും. ഇതെന്തൊരു കഷ്ടമായത്? ബെറ്റ് വെക്കണോ? സെപ്റ്റംബറിൽ 31 പേപ്പർ ഞാൻ ക്ലിയർ ചെയ്യും. കാണണോ? എന്നിട്ട് എന്നെ പോലെ പഠിച്ച എഞ്ചിനീയറായി ഒരു ക്യൂബിക്കിളിൽ ലൈഫ് ലോങ് വർക്ക് ചെയ്യോ നീ? കുറേ ഗ്രേറ്റ് ഫിലിംസ് കണ്ടപ്പോൾ ഒരു ഫിലിം മേക്കർ ആവാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായില്ലേ? ആ റിയലൈസേഷൻ മതി ടു ഡു വാട്ട് എവർ യു വോണ്ട്. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കോളിംഗ് അല്ല വിശാൽ. നിനക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ലൈഫിലായാലും കരിയറിലായാലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ എല്ലാവർക്കും വരും. യു ഷുഡ് ജസ്റ്റ് മേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ ആൻഡ് മൂവ് ഓൺ. ഇല്ലെങ്കിൽ നീ പെട്ടുപോകൂടെ. നിന്നെപ്പോലെ എംടെക്കും കിട്ടി ജോലിയും കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എൻ്റെ സിറ്റുവേഷൻ കൂടി നീ മനസ്സിലാക്കണം. നിനക്ക് ലൈഫിൽ എന്താ വേണ്ടത് നീ തീരുമാനിക്കും. എനിക്ക് നിന്നെ വേണ്ടത്. കിട്ടുമോ? എല്ലാവർക്കും ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫോളോ യുവർ ഡ്രീംസ്, ഫോക്കസ് ഓൺ യുവർ ഗോൾ. മണ്ണാൻ കേട്ട മാങ്ങാ തൊലി. നിന്റെ ഈ ടെമ്പറമെന്റ് ആണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ there was a sense of calmness. അത് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമായത്. ഇതൊരു മാതിരി എൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവം. ഇനി നീ നിന്റെ അച്ഛനും കൂടെ ഒക്കെ തന്നെ. അതിൻ്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പോവാം. നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടേ? വിടു വിശാൽ. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. കൈ വിടു വിശാൽ. ഒന്ന് പറഞ്ഞതാ ഗായത്രി. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇടക്ക് മരിച്ചു കളയാൻ തോന്നും. എനിക്കറിയില്ല. ഞാനൊരു തമാശക്ക് പറഞ്ഞ നീ അത് വിട്. എന്റെ ലൈഫ് വെച്ചിട്ടാണോ നിന്റെ തമാശ? ഞാൻ എന്ത് ചെയ്തു? നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇമ്മുടിച്ച പ്രേമം ഉണ്ടാവില്ലേനു. ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പാസ്സായി പോയന്. ഇനി അതും എന്റെ തലയ്ക്ക് വെക്കും. ആ, നീ എന്താ കാരണം? ഓരോന്ന് പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അനാവശ്യ ഹോപ്പ് നിന്ന് അവസാനം എല്ലാം തൊലച്ചു പോവാ. നിന്റെ തെറ്റല്ല, എന്റെ തെറ്റാ. I loved you and trusted you. ഒന്ന് ഇറങ്ങി പോവോ? I wish I never met you.
പിന്നെ ഞാനെല്ലാം കൊണ്ട് കൊളാക്കി. ഞാനൊന്ന് മീൻ ചെയ്ത് പറഞ്ഞല്ല. നീ എന്തെങ്കിലും ഒന്ന് പറ. വാ, നീ എന്നോട് വാ, ഞാൻ നിന്നെ കൊണ്ടുവിടാം. നീ ഇറങ്ങിക്കോ. ഗായത്രി, ദേഷ്യം വരുമ്പോൾ നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഹേർട്ട്ഫുള്ളാണ്. പക്ഷെ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്കറിയാം ഞാനിപ്പോൾ അങ്ങനെയാണെന്നുള്ളത്. നീയും കൂടെ പോയാൽ ഉള്ള പ്രശ്നങ്ങളും കൂടെ ഉള്ളൂ. ഒന്നും എൻ്റെ കൺട്രോളിൽ നിൽക്കില്ല. പിന്നെ എനിക്ക് എൻ്റെതായ ഒരു ലൈഫില്ലേ, നിന്നെ നന്നാക്കി നടന്നാൽ മതിയോ? ഞാനത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ടൈം താ. 6 മാസം കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മളൊന്ന് സംസാരിച്ചത്. എന്നിട്ട് എന്താണ്ടായ? നീ നിന്റെ പഴയ സ്വഭാവം കാണിച്ചു. കുറെ കാലം കഴിയുമ്പോൾ നീ മാറുമെന്നെന്താ ഉറപ്പ്? ഗായത്രി, നീ കൂടെ ഉണ്ടായാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. എൻ്റെ കുറേ ഇയേഴ്സ് സോർട്ടഡ് ആണ്. ഐ നീഡ് സം ടൈം ഓഫ് ഫ്രം ഓൾ ദിസ്. ഇനി നമ്മൾ ശരിയാവില്ല. നിനക്ക് പകരാൻ വേറെ ആർക്കും പറ്റില്ല. ഇതെനിക്കിപ്പോൾ അറിയാം. പ്ലീസ്, പെട്ടെന്നൊന്നും വേണ്ട. നിന്റെ കോഴ്സും പ്ലാനൊക്കെ കഴിഞ്ഞിട്ട് മതി. ചിലപ്പോൾ ആ സമയം എനിക്കും വേണ്ട വരും. പക്ഷെ ഒന്ന് കണ്ടോട്ടെ. Why are you doing this, Vishal? Please, I need you. ഇന്ന് ഞാൻ നിൻ്റെ കൂടെ വന്ന എന്തിനാണെന്നറിയോ? ഇന്നലെ രാത്രി നീ വിളിച്ചപ്പോൾ ഞാൻ വന്നതിനാണെന്നറിയോ? Because I feel safe and comfortable with you. തിരിച്ച് നിന്നെ കംഫർട്ടബിൾ ആക്കാനും ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കാനും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തതല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടായിരുന്നു? എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? നീ നിന്റെ സമയം എടുത്തോ. എംടെക് കഴിയാൻ 2 കൊല്ലം, നിനക്ക് സെറ്റിൽ ആവാൻ 1 കൊല്ലം, പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അത് ഓക്കെയാണോ? അതിന് നീ കുറേ കാലം കഴിയണ്ടേ? അപ്പോഴേക്കും ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും. ഇതൊന്നും റിയലിസ്റ്റിക് അല്ല. നീ എനിക്ക് ഒരു പ്രോമിസും തരണ്ട. പക്ഷെ നമുക്കൊന്ന് കണ്ടൂടെ? ആ പോയിന്റ് നമ്മൾ എവിടെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്നാ പറഞ്ഞാ പോരെ? അതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. Let's just be strangers until then. Okay. ഇന്ന് November 25th. അപ്പോൾ 2026 November 25 ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യട്ടെ. ഇപ്പം നീ ആയോ പ്ലാനിങ് ഒക്കെ? എനിക്ക് അവിടെ ഒരു ഓടിയെത്താനുള്ളൊരു ഫ്യൂവൽ വേണ്ടേ? It will happen if it's meant to happen. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും.
സെൽഫി എടുത്തോട്ടെ. നിൻ ഓർമ്മപ്പൂക്കൾ വാടാതെന്നിൽ തിങ്ങിടുന്നു. എൻ പൂവസന്തം കാണാതെ നീ പോകുന്നുവോ? നിൻ ചാരത്തായി ചേക്കേറാനായി ചിറകേറുന്നേ. ഈ നോവും കാറ്റും പേമാരിയും വിട ചൊല്ലുന്നേ. കണ്ണോരത്തും കാണാദൂരം പോകുന്നുവോ? നിൻ കാൽത്താളങ്ങൾ എന്നുള്ളിലായി വേരോടുന്നു. കാലം പോകും മുൻപേ താരം ഭംഗിയിടുന്നു. അകതാരിൽ മിന്നുന്നുണ്ടേ അതിലാഴും രൂപം നീയേ. കാലം പോകും മുൻപേ താരം ഭംഗിയിടുന്നു. അകതാരിൽ മിന്നുന്നുണ്ടേ അതിലാഴും രൂപം നീയേ. ഡേ, നീ എന്തോന്നരെ കാണിക്കുന്നത്? ലോക്ക് കേടാക്കിയിട്ടില്ല, എല്ലാ ഡോറും തുറന്നിട്ടുണ്ട്. ആ ഹൗസ് ഓണർ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ സോറി. ഹലോ. നീ ഇതെങ്ങോട്ടാ പുറപ്പെട്ടു പോണേ? വെറുതെ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. വീട്ടിലേക്കാണോ പോണേ? പോവാൻ വേറെ സ്ഥലങ്ങളുണ്ട്. ഏത് സ്ഥലം? ഞാൻ നിന്നെ വിളിക്കാം. മറ്റേ സിനിമാ പരിപാടിക്കാണോ അതോ ചേട്ടൻ്റെ അടുത്തേക്കോ? ഹലോ. കാലം പോകും മുൻപേ താരം ഭംഗിയിടുന്നു. അകതാരിൽ മിന്നുന്നുണ്ടേ അതിലാഴും രൂപം നീയേ. കാലം പോകും മുൻപേ താരം ഭംഗിയിടുന്നു. അകതാരിൽ മിന്നുന്നുണ്ടേ അതിലാഴും രൂപം നീയേ.
പൂങ്കാറ്റും പേമാരിയും വിട ചൊല്ലുന്നേ കണ്ണോരത്തും കാണാദൂരം പോകുന്നുവോ നിൻ കാൽത്താളങ്ങൾ എന്നുള്ളിലായി വേരോടുന്നു. കുറേ യാത്ര ചെയ്തു, കുറേ സ്ഥലങ്ങളിൽ പോയി, ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കണ്ടു, കുറേ മനുഷ്യന്മാരെ അറിഞ്ഞു, സന്തോഷം കിട്ടി, വിഷമം പങ്കുവച്ചു, കുറേ പകല് വന്നു, കുറേ രാത്രി കഴിഞ്ഞു, കുറേ സത്യം പറഞ്ഞു, കുറേ നാണം കിട്ടും, കുറേയൊക്കെ കിട്ടി, കുറേയൊക്കെ പോയി, കുറേ കരഞ്ഞു, കുറേ ചിരിച്ചു, കുറേ പഠിച്ചു. എന്നാൽ ആ 4 വർഷത്തേക്കാൾ നല്ല ഓർമ്മകൾ പിന്നെ ഉണ്ടായിട്ടില്ല. ഈ പാട്ട് അവൾക്ക് വേണ്ടിയാണ്. ഇനി ഞാൻ അവളെ കാണാൻ പോകുന്ന ദിവസത്തിന് വേണ്ടി. അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം തിരികെ നീ വരുമോ മനസ്സിൽ നീ തരുമോ ആ വർഷം ആ സ്വരം അലയും നിൻമിഴികൾ മൊഴിയും വേദനകൾ ഞാനറിയും ഈ നേരം അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം നീ മാത്രം ഉണർന്ന നേരം ഞാൻ മാത്രം അറിഞ്ഞ നേരം വിദൂരമേതോ ജാലകം